മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ സീനിയേഴ്സ് കൂട്ടമായി മർദ്ദിച്ചെന്ന പരാതി. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. 5 പേർക്ക് മർദ്ദനമേറ്റതായി വിദ്യാർത്ഥികൾ പറയുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കാരണം അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ള പേരിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് തിരിച്ചു കഴിഞ്ഞ അടുക്ക് ഇനി മുടിച്ച് എല്ലാവരോടും മർദ്ദിച്ചു. എവിടെയൊക്കെയാണ് പരിക്ക് പറ്റിയേ? പരിക്ക് മേലിൽ പുറത്തും കയ്യിലും തലക്കൊക്കെയാണ് ചവിട്ടിട്ടില്ല. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഗോകുൽ, ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായതല്ലേ? ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. കൂട്ടം കൂടി ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. മർദ്ദനത്തിന്റെ ഭാഗമായി പരിക്കേറ്റ കുറുങ്ങ പഞ്ചായത്തിലെ മീനാർപൂർ സ്വദേശിയും സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായിട്ടുള്ള ഷഹബാസ് ടി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റതായി പറയുന്നു. ഇൻസ്റ്റാഗ്രാമിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു പേജ് ഉണ്ട്. ആ പേജിൽ ഇവർ ചിത്രം പങ്കുവച്ചതാണ് തർക്കത്തിന് കാരണമെന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ ഇത്തരത്തിൽ അടിപിടിയും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ നിന്ന് തന്നെ തർക്കം പരിഹരിക്കുകയായിരുന്നു. എന്നാൽ ആ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇന്ന് കൂട്ടമായി വന്ന് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. അവർക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസമായിരുന്നു ഇത്. ഹോൾ ടിക്കറ്റ് കിട്ടിയതിനു ശേഷമാണ് മർദ്ദിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യില്ല എന്ന് നേരത്തെ മർദ്ദനം ഉണ്ടായ സമയത്ത് സ്കൂൾ അധികൃതർ വിശദമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഹോൾ ടിക്കറ്റ് കിട്ടിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.